ഒരുപാട് വിഷയങ്ങൾ ഈ ഭാഗത്തും വരുന്നുണ്ട്. ഒന്ന്, എന്തിന് നബി ഞങ്ങൾ ഇത് പറഞ്ഞു? ആദ്യം പറഞ്ഞതിൽ ഇതുണ്ടല്ലോ. ഹദീസിലെ ആദ്യ ഭാഗത്ത് ഇതും പെട്ടു. ഒരാൾ നിസ്കരിക്കാൻ അള്ളാഹ്ക്ക് വേണ്ടിയാണെങ്കിൽ ഇവിടെ നിസ്കാരം അള്ളാഹ്ക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞൂടെ? അതെവിടെ നമുക്ക് കിട്ടുക? ഈ ആദ്യ ഭാഗത്ത് നിന്ന് കിട്ടും. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ എന്ന വാചകത്തിൽ നിന്ന് ഏത് അമലിനും അത് ബാധകമാണ് വന്നു. പിന്നെ ഹിജ്റ മാത്രം പ്രത്യേകം പറയേണ്ട ഒരു ആവശ്യം ഇല്ല. എന്നിട്ടും എന്തിനു പറഞ്ഞു? അപ്പൊ അത് ഒരു ഉദാഹരണം എന്ന വണ്ണം പറഞ്ഞതാണ് എന്നാണ് പൊതുവെ പണ്ഡിതന്മാർക്ക് അത് വിശദീകരണമായി നൽകുന്നത്. അപ്പൊ അതിൽ നമുക്ക് ചില പാഠങ്ങളുണ്ട്. ഒരു സംഗതി പഠിപ്പിക്കുമ്പോൾ ഉദാഹരണ സഹിതം പഠിപ്പിക്കൽ അതൊരു അധ്യാപനത്തിന്റെ ഒരു രീതിയാണ്. ഒരു സംഗതി പറഞ്ഞു പോകുന്നതിന്റെ കൂടെ തന്നെ ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്ക് ഒന്നും കൂടി അത് ബോധ്യപ്പെടും. രണ്ട് ഉദാഹരണം ഏതും പറയാം. പക്ഷെ നബിയുടെ പറഞ്ഞത് ഹിജ്റയാണ്. വടി നിസ്കാരം പറയാം, അടി നോമ്പ് പറയാം, ഏതും പറയാലോ. ഹിജ്റയാണ് പറഞ്ഞത്. എന്തുകൊണ്ട് ഹിജ്റ പറഞ്ഞു? അത് ഹിജ്റയുടെ ഫള്, ഹിജ്റയുടെ മഹത്വം അതിലൂടെ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആദ്യം തന്നെ പ്രത്യേകമായി എടുത്തു പറഞ്ഞത്. ഹിജ്റ ഒരു വലിയ ത്യാഗമാണല്ലോ. മറ്റു അമലുകളെക്കാൾ ഏറെ ത്യാഗമുള്ള സംഗതിയാണ് ഹിജ്റ. ജനിച്ച നാടും വീടും വിട്ട് ഒഴിവാക്കി പോവുക എന്നുള്ളത് വലിയ ത്യാഗമാണ്. അപ്പൊ അത്ര വലിയ ത്യാഗമുള്ള അമലാണെങ്കിൽ പോലും നിയ്യത്ത് ശരിയല്ലെങ്കിൽ ആ അമലിനും പ്രയോജനമില്ല. അപ്പൊ ത്യാഗം ചെയ്തോ ഇല്ലേ എന്നതല്ല കൂലി കിട്ടാനുള്ള മാനദണ്ഡം. ഒരുപാട് ത്യാഗം ചെയ്തിട്ടുണ്ട്, പക്ഷെ നിയ്യത്ത് ശരിയായിട്ടില്ല എങ്കിൽ ആ ത്യാഗമൊക്കെ വൃഥാവിലായി പോകും. അപ്പൊ ഹിജ്റയുടെ മഹത്വം അത് പഠിപ്പിക്കുന്നു. അത്ര മഹത്വമേറിയ കർമ്മമാണെങ്കിലും കൂടി നിയ്യത്ത് ശരിയല്ലെങ്കിൽ അത് അസ്വീകാര്യമാണ് എന്നതും കൂടെ അതിനെ കൂടെ പ്രത്യേകമായി ഊന്നി പറയുന്നു. അതുകൊണ്ടാണ് ആ ഉദാഹരണം തന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞത്.